ദുബായിൽ നിന്ന് നോമ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് വർക്കിംഗ് ടൈമിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു 2 hours കുറഞ്ഞു. 8:30 തൊട്ട് 3:30 വരെയാണ് എന്റെ വർക്കിംഗ് ടൈം. നോമ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മെട്രോയിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഒരു തിരക്കും ഇല്ലായിരുന്നു. ഡെയിലി നമ്മുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് മുസ്ലിം ആണ്. നോമ്പാണെന്ന് ഓർക്കാതെ എന്നത്തെയും പോലെ ഞാൻ പോയി ചോദിക്കും കഴിക്കാൻ വരുന്നില്ലേന്ന്. അതെനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ അബദ്ധം ഇവിടെയുള്ള ഫ്രണ്ട്സിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. 2-3 ദിവസം കഴിയുമ്പോൾ ശീലമായിക്കോളും. ഞാനൊരു 3 കൊല്ലം മുമ്പ് 2 വർഷം അടുപ്പിച്ച് ഈ നോമ്പ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്നത് മലപ്പുറത്താണ്. കൂടെ വർക്ക് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും മുസ്ലിംസും. പിന്നെ പറയണ്ടല്ലോ, ടോട്ടലി ഒരു നോമ്പിന്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നത് കൊണ്ട് ഞാനും അവരുടെ കൂടെ 7 ദിവസം ഒഴിച്ച് ബാക്കി നോമ്പ് മുഴുവൻ എടുത്തു. വെളുപ്പിനെ എഴുന്നേറ്റ് കഴിച്ചിട്ട് നെയ്യത്ത് വെച്ച് കിടക്കുക. ഈവനിങ് 6 മണിക്ക് ഈന്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുക. എനിക്ക് നിസ്കരിക്കാനൊന്നും അറിയില്ല. ഞാൻ ആ സമയത്ത് എന്റേതായ മാത്രം പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നോമ്പെടുത്തിരുന്നത്. ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ ആ നോമ്പെടുത്തത് ആ ഒരു മലപ്പുറം സൈഡ് ആയിരുന്നത് കൊണ്ടാണെന്ന്. അവിടെ എല്ലാരും എടുക്കുന്നത് കൊണ്ട് മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ കുറച്ച് പേരെ മുസ്ലിംസ് ആയിട്ടുള്ളൂ. പക്ഷെ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നോമ്പ് തുറക്കാനുള്ള കാത്തിരിപ്പും തുറന്നു കഴിഞ്ഞാൽ പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നത് കൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് സംസാരിച്ചപ്പോ എനിക്ക് ശരിക്കും ഇതെല്ലാം ഓർമ്മ വന്നു. അപ്പൊ ഈ വർഷം നോമ്പെടുക്കുന്ന എല്ലാവർക്കും അത് പൂർത്തിയാക്കാൻ കഴിയട്ടെ. ഫോളോ ചെയ്ത അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ബൈ.